സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലെ ഭരതരാഘവ സംവാദം, അത്രിയാശ്രമ പ്രവേശം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ആപദാമുപകർത്താരാം ദാതാരം സർവസംഭദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. അതുലിതബലധാമം സ്വർണശൈലാപദേഹം ധനുജവനകൃശാനം ജ്ഞാനീനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമതീശം രഘുപതി വരദൂതം വാദജാതം നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്ധകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും താതനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു രാമ മഹാഭാഗ മാമവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടത് കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലം തന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമ നാഥാ പ്രസീതമേ. മാതാവു തന്നുട ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നുട പാദാംബുജം ശിരസാധ്യായ ഭക്തി പുണ്ഡിത്തമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നത് പണ്ഡിതനായ ഭരതകുമാരനും. ഉത്തപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ എത്തയോക്തം മയാ തത്തദേവശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യവും മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമീ താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നതു ഭൂതല്. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലോരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും
പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമകനായ ദാതൻ മൂഢമാനസൻ സ്ത്രീധിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യവും ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്കമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതൊർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടേടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വിൻവനെ നിന്തിരുപടി സങ്കടമെന്നിയ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജം നിനക്കൂ എനിക്ക് വിപിനവും പൂജനാം ദാതൻ വിധിച്ചതു മുന്നമേ. വ്യത്യായമായനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധവും വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവിൻ കാനനത്തിൻ അരുതെങ്കിൽ ചേരുവിൻ ചെന്നോ പരലോകമസ്സു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പത് ഇത്യേവമാത്മനി ചിന്തിച്ചതന്തികെ. ദർഭ വിരിച്ചു കിഴക്കൂ തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് ബുക്കു ഭരതനം. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനന്ദ സംജ്ഞയാ ചൊന്നാൻ. ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്ന് കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നത് നാരായണൻ ഭരൻ താമരോത്സോത്ഭവനർത്തിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നത്. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായത് ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നോ വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനി ജനത്തോടോ ബന്ധമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരിപുക്കോ വസിക്ക നീ. വന്നീടും അഗ്രജന്താനും മനുഷ്യനും ദേവിയും 7 സംവത്സരാവധൗ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തങ്കുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നോര വിസ്മയം കൈകൊണ്ട്. ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവ അനാരതം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മിതിയടി. ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനന്തം ചെയ്യും. ഉത്തമ രത്ന വിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്ത് രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നൻ സഗദ്ഗതം. മന്നബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്ന് വന്നീടുകൾ പിന്നെ ഞാൻ. അന്യദിവസമുഷസ്സി ജ്വലിപ്പിച്ച വന്നയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ.
എന്നത് കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നൊരു ചെയ്തോ വിടയും കൊടുത്തത്. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ച് മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ്യ ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേലാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ, പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയിതാനും സുധാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കൂരുകുവരൻ തന്നെയും ചിന്തിച്ചനുദിനം. ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോട് പൊക്കിയത് വന്ദിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്ന് സങ്കൽപ്പിച്ചു സാധനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുരജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടോ മനജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണൂരനന്തരം ചിത്തെ നിരൂപിച്ചുകൊണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെ ഇരുന്ന ഇനിയുടൻ. സത്വരം ദണ്ഡകാരുണ്യത്തിനായി കൊണ്ടുബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര ദരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടൻ വനാന്തരേ. അത്രിതന്നാശ്രമം പൊക്കു മുനീന്ദ്രന ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്ന് അതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ച് അർഘ്യവാചാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട്. ചൊല്ലിടുമെന്നുടെ ഭക്തിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധ തപസിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നത് ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ. എന്നത് കേട്ടു രാമാജ്ഞയാ ജാനകി ചന്ദനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്ത് ത്വൽസ്വഭാവം തെളിഞ്ഞു മുനിഭക്തിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതോത്തമം. കാന്തി നിനക്കു കുറേയൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനീയകം പൊക്ക് നന്നാസുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താധരാൽ ഭർത്തരഗ്രേ ഗമിക്കുന്ന യച്ചിടിനാൾ. പൃഷ്ടമായുവരെയും പൂജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണേനായതെന്നറിഞ്ഞേനഹം.
നിന്മഹാമായ ജഗത്രയവാസിനം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രീ മുനീന്ദ്രവാക്യം കേട്ട് തത്രരാത്രൗ വസിച്ചു രഘുനാഥനും. ദേവേനുമാദേവിയോടരളിച്ചേതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാതമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമക സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. അമ്മാവന്റെ നാട്ടിൽ നിന്നും അയോധ്യയിൽ തിരിച്ചെത്തായ ഭരതൻ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പിതാവിന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി ശ്രീരാമനും സീതാദേവിയും ഒക്കെ വനത്തിലേക്ക് പോയിരിക്കുകയാണ്. തൻ്റെ അമ്മയായ കൈകേയിയുടെ നിർബന്ധം നിമിത്തം തന്നെ രാജാവാക്കാൻ വേണ്ടി തൻ്റെ പിതാവ് തീരുമാനിച്ചു. ശ്രീരാമനെ ജ്യേഷ്ഠനെ 14 വർഷം വനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. തൻ്റെ പിതാവ് ശ്രീരാമനെ വേർപെട്ട ദുഃഖത്തിൽ മരണപ്പെട്ടു. എന്ത് വന്നാലും തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമനെ തന്നെ രാജ്യം ഭരിക്കേണ്ടതാണ്, ഞാൻ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഭരതൻ വനത്തിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ പോയിട്ട് പല ദിക്കിലും അന്വേഷിച്ചിട്ട് നടന്ന് ഒടുവിൽ ശ്രീരാമനുള്ള സ്ഥലം കണ്ടെത്തുകയുണ്ടായി. അവിടെ ശ്രീരാമന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ഭരതൻ പറയുകയാണ്, രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതെന്ന് കേൾക്കണം. ശ്രീരാമേന്ദ്ര പ്രഭോ, ഞാൻ പറഞ്ഞത് താങ്കൾ കേൾക്കണം. ഞാൻ അഭിഷേക സംഭാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രാജാഭിഷേകത്തിൽ എല്ലാ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഈ രാജാഭിഷേകങ്ങൾ ഇവിടെ വെച്ചിട്ട് ഭവാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്യണം അഭിഷേകവും പാലനം ചെയ്യുക രാജം തവ പൈത്രം യഥോചിതം. അച്ഛൻ അങ്ങേക്ക് രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ചാണല്ലോ. അപ്പോൾ താങ്കൾ തന്നെ ഈ രാജ്യം പരിപാലിക്കാണ് വേണ്ടത്. രാജാഭിഷേകത്തിന് എല്ലാ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ വളരെ കാലം രാജ്യം ഭരിച്ച് സന്താന സൃഷ്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ രാജഭാരം ഏൽപ്പിച്ചിട്ട് വേണം കാട്ടിലേക്ക് പോകുവാൻ. അല്ലാതെ ഇപ്പോൾ അനുജിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീതമേ. അല്ലാതെ ഇപ്പോൾ വനത്തിലേക്ക് പോകുന്നത് ശരിയായിട്ടില്ല. രാജ്യം ഭരിച്ച് തൻ്റെ കുട്ടികളെ രാജഭാരം ഏൽപ്പിച്ചിട്ടാണ് വനത്തിലേക്ക് പോകേണ്ടത് സന്യാസത്തിന്. അപ്പോ ഇപ്പോൾ ഇത് അനുചിതമാണ്. പിന്നെ എൻ്റെ അമ്മയായ കൈകേയിയുടെ വാക്ക്, ആ ദുഷ്കൃതം മനസ്സിൽ ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ നമസ്കരിച്ചപ്പോൾ ശ്രീരാമൻ ഭരതനെ എടുത്ത് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുണ്ടായി, ഞാൻ പറയുന്നത് നീ കേൾക്കണം. അച്ഛൻ എനിക്ക് 14 സംവത്സരം വനത്തിൽ താമസിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിനക്ക് രാജ്യം മാതൃസമ്മതം. അതിനാൽ അച്ഛനും അമ്മയും പറഞ്ഞ പ്രകാരം നമ്മൾ ഇത് അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ചേതസാപാർക്കിൽ നമുക്ക് ഇരുവർക്കും ഈ താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. അച്ഛൻ പറഞ്ഞ വാക്കിനെ അനുസരിക്കാണല്ലോ മക്കൾ ചെയ്യേണ്ടത്. ആരാണോ അച്ഛൻ പറഞ്ഞ വാക്ക് അനുസരിക്കാതെ നീതിഹീനം വസിക്കുന്നത് മുതലേ അവൻ ശരിക്കു പറഞ്ഞാൽ ജീവൻ മൃതനായിട്ടുള്ളവനാണ്. മരിച്ചാലും അവൻ നരകത്തിലാണ് ചെന്ന് ചേരുക. അതിനാൽ അച്ഛന്റെ വാക്ക് നമ്മൾ പാലിക്കുക തന്നെ വേണം. ആകയാൽ നീ പരിപാലിക്ക രാജവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടവൻ. ഇത് കേട്ടപ്പോൾ ഭരതൻ തന്റെ പിതാവിനോട് കോപം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സ്ത്രീജിതനായ തന്റെ പിതാവ് മൂഢമാനസൻ, ഭ്രാന്തൻ, ഉന്മത്തൻ, വയോധികൻ, ആ രജോഗുണം കൊണ്ട് പറഞ്ഞതായ വാക്കുകളൊന്നും അങ്ങ് കാര്യമായി എടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങ് തന്നെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നൊക്കെ നിർബന്ധ ബുദ്ധിയിലാണ് ഭരതൻ. ആ സമയത്തും ശ്രീരാമൻ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും അച്ഛനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഭൂമി ഭർത്താപിത നാരീചതനല്ല, കാമ്യമല്ല, മൂഢാത്മാവുമല്ല. അച്ഛൻ ഇത് ചെയ്യാനുള്ള കാരണം താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതിന് ഏതുമേ ദോഷം പറയരുതവർക്ക് നീ സത്യം പാലിക്കാൻ വേണ്ടിയാണ് അച്ഛനെ ചെയ്തത്.
കൈകൈ അമ്മക്ക് വാക്ക് കൊടുത്തു. അപ്പൊ പാലിക്കാൻ വേണ്ടി അച്ഛൻ മനസ്സോടെ തയ്യാറായിരിക്കുകയാണ്. അതിനാൽ അച്ഛനെ കുറ്റപ്പെടുത്തി പറയരുത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭരതൻ പറഞ്ഞു, എങ്കിൽ ഞാൻ വാഴ്വിൻ വനെ നിൻ തിരുവടി സങ്കടവന്യ രാജ്യവും വാഴുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വനത്തിൽ കഴിയും, അങ്ങാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് വീണ്ടും പറഞ്ഞു. ഈ സമയത്ത് രാഘവൻ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, രാജ്യം നിനക്ക് ഭരിക്കാൻ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, വനവാസം എനിക്ക് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാര്യം നമ്മൾ വ്യത്യസ്തമായി അനുഷ്ഠിച്ചാൽ അത് സത്യവിരോധമായിട്ട് വരും. ഇങ്ങനെ പലതരത്തിലും ഭരതനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഭരതൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്വതനെ പോലെ പൂരുവിൻ കാരണത്തിന്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണനെ പോലെ തന്നെ ഞാനും അങ്ങോട്ട് കാട്ടിലേക്ക് വരും. അങ്ങനെ വരാൻ വേണ്ടി എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ മരിക്കാൻ വേണ്ടി തയ്യാറാകും എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ദർഭ വിരച്ചിട്ട് നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പത് ഇത്യവം ആത്മനെ ചിന്തിച്ച് ദർഭ വിരച്ച് കിഴക്ക് തിരഞ്ഞിന്ന് വെയിലത്ത് നിൽക്കുണ്ടായി ഭരതൻ. പ്രായോഭ്യാസം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഭരതന്റെ ഈ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ ഭരതനെ പറഞ്ഞ് പൂജപ്പെടുത്താൻ വേണ്ടി തൻ്റെ ഗുരുനാഥനായ വസിഷ്ഠനോട് തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യങ്ങളാണ് ശ്രീരാമൻ ഇവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ഗുരുനാഥ. ആ സമയത്ത് വസിഷ്ഠ മഹർഷി പറഞ്ഞു ഭരതനോട്, നീ ഇങ്ങനെ വിഡ്ഢിയാകരുത്, മൂഢനായിടല കേൾക്കുന്നീയെങ്കിലോ ഒരു പരമാർത്ഥം ഞാൻ പറയാം. രാമൻ എന്നുള്ളത് സാക്ഷാൽ നാരായണൻ തന്നെയാണ്. ബ്രഹ്മാവ് പ്രാർത്ഥിച്ച പ്രകാരമാണ് ഭൂമിയിൽ സൂര്യവംശത്തിൽ പിറന്നതാകട്ടെ രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ വേണ്ടിയാണ്. ഈ സമയത്ത് യോഗമായാദേവിയാണ് സീതയായിട്ട് വന്നിട്ടുള്ളത്. സാക്ഷാൽ ഭോഗിപ്രവരനായ അനന്തനാണ് ലക്ഷ്മണനായിട്ട് അവതരിച്ചിരിക്കുന്നത്. എന്തിനു പറയുന്നു? ലോകത്തിലെ ജഗത് പിതാക്കളാണ് രാഘവനും സീതയും. അവരിപ്പോൾ രാവണവധത്തിന് വേണ്ടി വനത്തിലേക്ക് പോകുന്നതാണ്. അത് ദേവന്മാരുടെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ശ്രീരാമൻ കാട്ടിൽ പോകാനുള്ള കാരണം മന്ത്രിയുടെ വാക്കുകളല്ല, കൈകൈയുടെ നിർബന്ധ ബുദ്ധിയല്ല, ഇതൊക്കെ ദൈവനിശ്ചയമാണ് എന്ന് നീ മനസ്സിലാക്കണം. അതിനാൽ ശ്രീരാമദേവനെ കാട്ടിൽ പോന്നറിയാനുള്ള ആഗ്രഹം നീ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതിനാൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞതുപോലെ നീ രാജധാനിയിലേക്ക് പോവുക, മന്ത്രികളോടും ജനത്തോടും അന്തമില്ലാതെ പടിയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരിക്ക് വസിക്ക നീ. 14 വർഷം കഴിയുമ്പോൾ ശ്രീരാമനും സീതയും ലക്ഷ്മണനുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരും. രാവണനെ പുത്രനോട് കൊന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെ കേട്ടപ്പോൾ ഭരതൻ വളരെയധികം അത്ഭുതപ്പെട്ടു. ഭക്തിപൂർവ്വം ശ്രീരാമനെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പാതുകാം ദീഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ. അല്ലയോ ശ്രീരാമേന്ദ്ര പ്രഭു, അങ്ങയുടെ പാതുകം എനിക്ക് തരിക. അത് സിംഹാസനം വെച്ചിട്ട് അങ്ങയുടെ പാദമാണെന്ന് കരുതിയിട്ട് ഞാൻ സേവിച്ചുകൊള്ളും. എപ്പോഴാണ് താങ്കൾ വരുന്നത് അതുവരെ പാതകം സിംഹാസനത്തിൽ വെച്ചിട്ട് ഞാൻ രാജ്യം ഭരിച്ചുകൊള്ളാം. യാവത്തവാഗമനം ദേവമേ താവത് ദേവ അനാരഥം ഭജിച്ചിടുവിൻ. ഇങ്ങനെ ഭരതൻ പറഞ്ഞപ്പോൾ തൻ്റെ പൊൽത്താരടിയിൽ പൊതിഞ്ഞ മെതിയടി ഭരതന് നൽകി. ഭരതൻ അത് സ്വീകരിച്ചു. അങ്ങനെ ശ്രീരാമന്റെ ആ മെതിയടികളെ തൻ്റെ തലയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഉത്തമരത്ന വിഭൂഷിത പാതുകം ഉത്തമാങ്കെ ചേർത്ത് രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം ചെയ്തു. ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചുകൊണ്ട് സങ്കടത്തോട് പറഞ്ഞതുപോലെ മന്നബ്ദപൂർണെ പ്രഥമദിനെ വിമാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ 14 വർഷം കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ താങ്കൾ
വരില്ല എന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അന്യ ദിവസം ഉഷസ് ജ്വലിപ്പിച്ച് വന്നിയിൽ ചാടി മരിക്കും. ഇങ്ങനെയുള്ളതായ ഭരതന്റെ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമനും സങ്കടം വന്ന് ശ്രീരാമൻ പറഞ്ഞു, അങ്ങനെ തന്നെ, അതിന് അന്തരമില്ല, പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ എത്തും, സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭരതന് പോകാൻ അനുവദിച്ചു കൊടുത്തു. ഭരതൻ നമസ്കരിച്ചു, പ്രദക്ഷിണം ചെയ്തു. അങ്ങനെ മാതൃജനങ്ങളും മന്ത്രിമാരുമായിട്ടായിക്കട്ടെ ഭരതൻ അയോധ്യയിലേക്ക് പുറപ്പെടുകയുണ്ടായി. ആ സമയത്ത് ഗുഹനെയും പറഞ്ഞയച്ചു. ഗുഹൻ മുന്നിൽ നടന്നു, വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ കൈകേയി ദാനം സുദാനവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്ന് ഗുഹാനവാസേന 4 അങ്കപ്പടയുടെ കുമാരന്മാർ ചെന്ന് അയോധ്യാപുരി പൊക്കു. അവര് അയോധ്യയിലെത്തി ശ്രീരാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അയോധ്യയിൽ അവര് കഴിയുണ്ടായി. അയോധ്യയിലെ ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു. ഭരതനാകട്ടെ, രാജാവായ ഭരതൻ സന്യാസി വേഷം ധരിച്ചുകൊണ്ടാണ്, താപസ വേഷം ധരിച്ച ഭരതനും ശത്രുഘ്നോടുകൂടി വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിൽ ചെന്ന് കഴിയുണ്ടായി. എല്ലാ ആളുകളും സന്തോഷത്തിലാണ് കഴിഞ്ഞത്. ഭരതനാകട്ടെ പാതുകം വെച്ച സിംഹാസനെ അത് രാഘവപാദങ്ങളാണ് സങ്കല്പിച്ച് ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് ഭരതനും ശത്രുഘ്നനും കഴിഞ്ഞു വന്നു. ശ്രീരാമനാകട്ടെ ജാനകി ദേവിയോട് മനോരോടും മാനസാനന്ദം കലർന്ന ചില ദിനം. അങ്ങനെ കുറെ കാലം കൂടെ ചിത്രകൂടാരത്തോട് താമസിച്ചു. ആ സമയത്ത് ശ്രീരാമൻ ചിന്തിച്ചു, ഇനിയും ഈ ചിത്രകൂടത്തിൽ ഞാൻ താമസിച്ചാൽ അയോധ്യയിൽ നിന്ന് ഓരോ ആൾക്കാർ ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരും. അതിനാൽ ഇവിടുന്ന് പോവുകയാണെന്ന് നല്ലതെന്ന് വിചാരിച്ചിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി. ഇത്തം വിചാര ദരിദ്രി സുതയും അത്യുത്തനായ സൗമിത്രിയുമായി തഥാ തെത്യാജ ചിത്രകൂടാചലൻ രാഘവൻ ചിത്രകൂടാചലം ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ നടന്നുപോയി. അങ്ങനെ പോയിട്ട് പിന്നീട് എത്തിച്ചേർന്നത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അത്രി തന്നെ ആശ്രമം മുക്കുമുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു. രഘുനാഥനും അത്രി മഹർഷിയെ നമസ്കരിച്ചു. പറഞ്ഞു, രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ, അല്ലയോ മഹാമുനെ, അങ്ങയെ കാണാൻ വേണ്ടി കഴിഞ്ഞ എന്റെ ഭാഗ്യമാണ്, ഞാൻ ശ്രീരാമചന്ദ്രനാണ്. അത്രി മഹർഷിക്കറിയാം സാക്ഷാൽ മഹാവിഷ്ണു നാരായണനാണ് ഇവിടെ ശ്രീരാമനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഘ്യപാദ്യാദികളെ കൊണ്ട് പൂജിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലിടും എന്നുடைய ഭക്തിയുണ്ട് അത്ര കീഴ്, എൻ്റെ ഭക്തിയുണ്ട് എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വെച്ച് ഉത്തമയായ ധർമ്മജ്ഞ തപോധന. എൻ്റെ ഭാര്യ ആ തപോധനയായ ആ സ്ത്രീ ആശ്രമത്തിന് ഉള്ളിൽ വസിക്കുന്നുണ്ട്. ചെന്ന് കണ്ടാലും ജനക നിർവാത്മജെ, നീ പോയിട്ട് എന്താണ് സീതയോടാ പറഞ്ഞത്, നീ പോയിട്ട് എൻ്റെ ഭാര്യയായ അനസൂയെ ചെന്ന് കാണുക. അത് കേട്ടപ്പോൾ ശ്രീരാമന്റെ അനുവാദത്തോടു കൂടി സീത അനസൂയുടെ പാദങ്ങൾ നമസ്കരിച്ചു. അനസൂയ ദേവിയാകട്ടെ സീതയെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു. വത്സേ വരികരികെ ജനകാത്മജെ സത്സംഗമം ജന്മസാഫല്യമോർക്ക് നീ. അങ്ങനെ പിടിച്ച് സീത ആലിംഗനം ചെയ്തു. എന്നിട്ട് സീതയ്ക്ക് വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഒരു വിശ്വവിമോചനമായ ദുകൂലം, ഒരു പട്ട് നൽകിയുണ്ടായി. ഒരു കമണ്ഡലവും അംഗരാഗവും എന്നിവ മണ്ഡലാർത്ഥം അനസൂയ നേടിയിരുന്നാൽ അവൾക്ക് അലങ്കരിക്കാൻ വേണ്ടി ഒരു കുറിക്കൂട്ട് കൊടുത്തു. അതൊക്കെ കൊടുത്തിട്ട് സീതയെ യാത്രയാക്കിയാണ്. സീതയോട് പറഞ്ഞു, ഏതായാലും നീ പാതിവ്രത്യം അനുസരിച്ചുകൊണ്ട് ഭർത്താവിന്റെ കൂടെ കാട്ടിലേക്ക് വന്നത് നല്ലത് തന്നെയാണ്. ഭർത്താവിനൂടെ കാട്ടിൽ കിടന്നതിന് ഒരിക്കലും നിന്റെ സൗന്ദര്യം കുറയാതിരിക്കാൻ വേണ്ടി, കാന്തി നിനക്ക് കുറയാതെ ഒരിക്കലും നീ ക്രമേണ തന്റെ ഭർത്താവായ ശ്രീരാമനോട് കൂടി രാജധാനിയിൽ പോയിട്ട് പിന്നെ സുഖമായിട്ട് നിനക്ക് കഴിയാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തിട്ട് ഭർത്തൃഗ്രഹ ഗമിക്ക നയത്തിയിടിനാൾ. അന്നത്തെ ദിവസം അത്രി മഹർഷി അവിടെ 3 പേരെയും മൃഷ്ടമായി 3 പേരെയും പൂജിപ്പിച്ചു.
അങ്ങനെ അത്രി മഹർഷി സന്തോഷിച്ചു കഴിഞ്ഞു. ശ്രീരാമനോട് പറഞ്ഞു, താങ്കൾ സാക്ഷാൽ നാരായണനാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിന്മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരണിയായ നിർണയം, ഈ ഭൂമിയിൽ നമ്മളെല്ലാം മോഹിപ്പിക്കുന്നത് ഭഗവാൻ അങ്ങയുടെ മായയാണല്ലോ എന്നുള്ളതായ ഈ അത്രി മഹർഷിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവിടെ ശ്രീരാമൻ കഴിഞ്ഞു വന്നു. ഈ കഥ പാർവതിക്ക് പരമശിവൻ പറഞ്ഞു കൊടുത്തു. ദേവൻ ഉമാദേവിയോട് അരുളി ചെയ്ത് ദേവനാൾ കിളിപ്പയതലക്കാലമേ, കിളിപ്പയതൽ ആ പറഞ്ഞ് കഥ നിർത്തുന്നവിടെയാണ് അവിടെ അയോധ്യാകാന്ഡം സമാപിക്കുന്നത്.